1 2 3 4 5 5 ബീപ്പാണ്. ഹായ് ഗൈസ്, അഴിച്ചോടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഞാനൊരു മണ്ടത്തരം കാണിച്ചതും അത് എഡിറ്റിംഗ് സമയത്താണ് ഞാൻ ആ കാണിച്ച മണ്ടത്തരങ്ങളെക്കുറിച്ച് ശരിക്കും എനിക്കൊന്നും മനസ്സിലാവുന്നതും. വീഡിയോ തുടങ്ങണേക്ക് പിന്നെ എനിക്ക് എന്തായാലും ഒരാളുടെ അടുത്ത് ഹ്യൂജ് താങ്ക്സ് പറയാനുണ്ട്. നമ്മുടെ അനൂപ് ഏട്ടൻ്റെ അടുത്താണ്. നേരത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടു കാണാം, നമ്മൾ ഓരോ ബോർഡ് റിപ്പയറിനൊക്കെ പുള്ളിയാണ് നമ്മുടെ നമ്പർ കൊടുക്കാറുള്ളത്. നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, പുള്ളിയുടെ നമ്പർ. അപ്പം എന്തെങ്കിലും ലാപ്ടോപ്പ് റിലേറ്റഡ് എന്തെങ്കിലും കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് റിലേറ്റഡ് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ പുള്ളിയുടെ ഷോപ്പിൽ ചെന്നാൽ മതി, പുള്ളി സഹായിക്കും. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി തെറ്റായിട്ടാണ് അപ്രോച്ച് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ ആദ്യമേ കണ്ട മാതിരി 4 ബീപ്പിനെ ഞാൻ 5 ബീപ്പായിട്ട് സംശയിച്ചു. പ്രോബബ്ലി എൻ്റെ വർക്ക് ലോഡ് കൊണ്ടായിരിക്കും. ബാക്കി നമുക്ക് നേരിട്ട് കാണാം. ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലാപ്ടോപ്പ് റിപ്പയറാണ്. ഇതിൻ്റെ പേരാണ് ഡെൽ ഇൻസ്പിറോൺ N5030 എന്ന് പറഞ്ഞാൽ വളരെ പഴയ മോഡൽ ലാപ്ടോപ്പാണ്. ഇത് കണ്ടോ, ഇത്രയും തിക്നെസ്സൊക്കെ ഉണ്ട്. അപ്പം നമുക്കിതൊന്ന് ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ലാപ്പിൽ നമ്മൾ ചാർജർ കുത്തിയിട്ടുണ്ട്. അതേമാതിരി നമ്മൾ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചത് ഇത് കണ്ടോ, ഇവിടെ 2 സ്ഥലത്തും നമുക്ക് 2 LED കത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ലാപ്പ് പവർ ഓൺ ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഡിസ്പ്ലേയിൽ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, ഡിസ്പ്ലേ അപ്പായിട്ടില്ല. നമുക്ക് ഒരു 30 സെക്കൻഡ് കൊടുത്ത് നോക്കാം എന്ത് സംഭവിക്കുന്നുള്ളതൊന്ന് നോക്കാം. ഇത് വളരെ പഴയ ലാപ്പായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈമൊക്കെ എടുത്ത് നോക്കുന്നത് കേട്ടോ. കാരണം എത്ര സ്പീഡുണ്ട്, എത്ര ഫാസ്റ്റാണെന്നുള്ളതെന്ന് അറിഞ്ഞുകൂടാ. ജസ്റ്റ് ഇതിപ്പം ഡിസ്പ്ലേ ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല. ഇനി നമ്മൾ നോക്കുന്നത് വല്ല എറർ കോഡോ ബീപ്പ് കോഡോ എന്തെങ്കിലുമൊക്കെ കാണിക്കുമോ എന്നുള്ളതാണ്. ഡിസ്പ്ലേ എന്തായാലും ഇല്ല എപ്പോഴും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ട മാതിരി 5 ബീപ്പ് ഉണ്ട്, ഉണ്ടോ? ഓക്കെ. അപ്പോൾ 5 ബീപ്പിൻ്റെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ബയോസ് ബാറ്ററി പോയതാവാനേ ചാൻസ് ഉള്ളൂ. ഇത്രയും പഴക്കമുള്ളത് കൊണ്ട് അതാവാനേ ചാൻസ് ഉള്ളൂ. പക്ഷേ ഡിസ്പ്ലേ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് നമുക്ക് നോക്കണം. ബയോസ് ബാറ്ററി നമുക്ക് ഈസിലി മാറ്റാനുള്ള കമ്പോണൻ്റ് ആയതുകൊണ്ട് നമുക്കതൊന്ന് മാറ്റാം. ഞാനിപ്പോൾ ചെയ്ത മണ്ടത്തരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 4 ബീപ്സിനെ 5 ബീപ്സ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തു. 4 ബീപ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റാം സൈഡ് നോക്കിയാൽ മതിയായിരുന്നു. 5 ബീപ്സ് ആയതുകൊണ്ട് നമ്മൾ CMOS ബാറ്ററിയിലേക്കാണ് പോകേണ്ടി വന്നത്. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഫസ്റ്റ് തന്നെ, ഇപ്പോഴത്തെ ലാപ്പുകൾക്കൊന്നും പറ്റില്ല, പഴയ ലാപ്പുകളുടെ കേസാണ് പറയുന്നത്. എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ബാറ്ററി ഊരി മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് ചടങ്ങ്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ട്രസ്റ്റി സ്ക്രൂ ഡ്രൈവർ സെറ്റ്, ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇത് വെച്ചിട്ടാണ് മിക്കവാറും എല്ലാ വർക്കും നമ്മൾ ചെയ്യാറുള്ളത്. ഇനി പറയുന്ന കാര്യം ജസ്റ്റ് ഒരിത്തിരി മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ അസ്യൂസിൻ്റെ കീബോർഡ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോഴത്തെ ലാപ്ടോപ്പുകളൊന്നും സർവീസ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള കേസുകളൊക്കെ പറഞ്ഞിരുന്നു. അസ്യൂസിനെ പ്രത്യേകിച്ച് പാർട്സിൻ്റെ ഗുണമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും പലരും നമ്മളെ അധിക്ഷേപിച്ചു, അല്ലെങ്കിൽ കളിയാക്കി, അങ്ങനെയൊക്കെ സംഭവങ്ങളാണ്. അപ്പോൾ ഈ ഒരു മോഡൽ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് ഊരണത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്തായാലും കീബോർഡ് ഊരേണ്ടി വരും. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് ഒരു 8 കൊല്ലം 9 കൊല്ലം പഴക്കമുള്ള ലാപ്പാണ്. അന്നത്തെ ടെക്നോളജി അല്ലെങ്കിൽ അന്നത്തെ മോഡൽ ലാപ്പിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. കീബോർഡ് വരാനായിട്ട് ലാപ്ടോപ്പ് നേരെ കമത്തി വയ്ക്കുക. അതിന് ശേഷം 2 ഹോളുകളുണ്ട് ഇവിടെ. ഈ 2 ഹോള് കീബോർഡിൻ്റെയാണ്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, ഇതാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് ഇത് ഫുള്ള് ഊരേണ്ടി വരും മിക്കവാറും. ഓക്കെ, ഇത് 3 എണ്ണം. നേരെ ലാപ്ടോപ്പ് തുറന്ന് വയ്ക്കാം. ഇനി വരുന്നത് ഇവിടെ 3 പിന്നുകളുണ്ട്. ജസ്റ്റ് നമുക്ക് കൈകൊണ്ട് തള്ളാവുന്ന പിന്നുകളാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ സ്ക്രൂ ഡ്രൈവർ അങ്ങോട്ട് എടുത്തിടാം. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ ഇങ്ങനത്തെ ഒരെണ്ണമുണ്ട്. ഉണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ കീബോർഡ് ഊരുന്നത്. കണ്ടോ? ഇത്രയേ ഉള്ളൂ. പിന്നെ കീബോർഡ് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നോബ് ജസ്റ്റ് ഒന്ന് പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഊരി മാറ്റാം. കണ്ടോ? കീബോർഡ് ഊരി മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് എത്ര നേരമായി, 2 മിനിറ്റ് കൊണ്ട് നമുക്ക് കീബോർഡ് മാറ്റി പുതിയ കീബോർഡ് വയ്ക്കാം. ഇതാണ് ഈ മെഷീൻ്റെ റാം വരുന്ന. ഇതാണ് 2 സ്ലോട്ട് ഉണ്ടേ. എത്രയത്? 2 GB റാമാണ്. ഇനിയാണ് ഞാൻ കാണിച്ച മണ്ടത്തരത്തിൻ്റെ ആഘാതം നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നത്. ഇവിടെ വെച്ച് ഞാൻ ആ 4 ബീപ്പ് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഈ റാം ഒന്ന് ഞാൻ തുടച്ച് വൃത്തിയാക്കി രണ്ടാമത് ഞാൻ ഇട്ട് ടെസ്റ്റ് ചെയ്തേനെ. പക്ഷേ ഞാൻ CMOS ബാറ്ററിയാണ് എപ്പോഴും കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ലാപ്ടോപ്പ് ഫുൾ അഴിച്ച് റെഡിയാക്കേണ്ട ഒരവസ്ഥ വന്നു.
ഇനി ഇതിപ്പോൾ ഞാൻ ഊരുന്നത് ഇതിൻ്റെ ഡ്രൈവാണ്. അതൊന്ന് കണ്ടല്ലോ നിങ്ങൾ, എന്തെളുപ്പമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ DVD ഡ്രൈവ് ഊരുന്നത്. കണ്ട, ഞാൻ ജസ്റ്റ് ഊരിയ നട്ട് സ്ക്രൂ ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ട് മാറ്റി വയ്ക്കുകയാണ്. ജസ്റ്റ് ഞാനൊരു കണ്ടോ, ഇപ്പം ഞാൻ റാം ഊരിയിട്ടാണ് ഞാൻ ഓൺ ചെയ്യാൻ നോക്കിയത്. അപ്പോൾ റാമിൻ്റെ ബീപ്പ് കോഡാണ് 1 2 2 ബീപ്പ് കോഡ് തന്നെയാണ് റാമിൻ്റെ ബീപ്പ് കോഡ്. കണ്ടോ, ഇവിടെ ഒരു കേബിളുണ്ട്, അത് നമുക്ക് ഊരേണ്ടി വരും. ഇവിടെ ഒരെണ്ണമുണ്ട്, അത് ജസ്റ്റ് പൊക്കത്തേക്ക് വലിച്ചിട്ട് മാറ്റിയാൽ മതി. നമ്മളിത് രണ്ടും ഊരിയിട്ടുണ്ട്. കേട്ടോ, ഈ വരുന്ന സ്പീക്കറിൻ്റെ കണക്ഷനാണ്, അതും ഊരിയിട്ടുണ്ട്. കേട്ടോ, ഇത്രയാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഉൾവശം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ബയോസിൻ്റെ ബാറ്ററി. ഇതാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട സാധനം. അപ്പോൾ ഇതൊന്ന് നോക്കട്ടെ, എത്ര വോൾട്ട് ഉണ്ട് സംഭവങ്ങളൊന്ന് നോക്കട്ടെ. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് വരുന്നത് ഇപ്പം 3 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാറ്ററി പോയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. വോൾട്ടേജ് ചിലപ്പോൾ കാണിക്കും, പക്ഷേ ലോഡ് എടുക്കാൻ ഇതുണ്ടാവില്ല. LED നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, അപ്പോൾ LED കത്തുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ പ്രശ്നമില്ല. നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് ഈ പവർ ബട്ടൺ ഞാൻ ഇവിടെ ഊരി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്തൊക്കെ നോക്കണമെന്നുണ്ടെങ്കിലാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പവർ കുത്തിയിട്ടില്ല, അഡാപ്റ്റർ കുത്തിയിട്ടില്ല. ബാറ്ററി ഓൾറെഡി നേരത്തെ നമ്മൾ ഊരി വെച്ചതാണ്. ഞാനൊരു 20-25 സെക്കൻഡോളം ഞാനിത് ഞെക്കി പിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് തിരിച്ച് ബാറ്ററി ഇടാം. ബാറ്ററി ഇടൽ ഇതേമാതിരി നിസ്സാര പരിപാടിയുള്ളൂ. ഇനി നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഹാർഡ് ഡിസ്ക് ഒന്ന് ഊരി മാറ്റുകയാണ്. വേറെ ഒന്നുമല്ല, ഹാർഡ് ഡിസ്ക് ഓണോ ഓഫോ ആയി അടിച്ചുകൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളിനി ജസ്റ്റ് ഇത് ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്തിട്ട് കാര്യമില്ല, അതിന് മുമ്പ് നമ്മൾ ഇത് കുത്തണം. ഏത്? നമ്മുടെ സ്പീക്കർ കുത്തണം, എന്നാലേ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുള്ളൂ. നമ്മൾ സ്പീക്കറും കുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓൺ ചെയ്യാം. പവർ ബട്ടൺ ഞെക്കുവാണേ. 1 2, അതായത് റാമില്ല, റാം ഊരിയിട്ടേക്കാണ്. നമ്മൾ ഓഫ് ചെയ്തു. റാം ഇട്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് പവർ കുത്തിയിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മുടെ ഡിസ്പ്ലേ ഇപ്പോൾ വന്നിട്ടുണ്ട്. കണ്ടോ, 1 2 3 4 5. ഇതിൻ്റെ അർത്ഥം നേരത്തെ സംഭവിച്ചത് തന്നെയാണ്. RTC മോഡ് ഫിക്സ്ഡ്, ടൈം ആൻഡ് ഡേറ്റ് മേ ബി റോങ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് സംഭവങ്ങളെല്ലാം വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് അടച്ചു വയ്ക്കുക, ടൈം ഒന്ന് സെറ്റ് ചെയ്യുക, പരിപാടി തീരും. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഗൈസ്, നമ്മുടെ ലാപ്ടോപ്പ് ഇപ്പോൾ അത്യാവശ്യം വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് വേറെ യാതൊരു, എൻ്റെ കയ്യിൽ നിന്ന് 5 പൈസയുടെ പാർട്സിന് ചിലവ് വന്നിട്ടില്ല ഇതുവരെ. അപ്പം ഇത് ഈ സംഭവം, അതായത് ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ചാൽ, ഈ ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ട് കൊടുത്തത് 5000 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഈ 5000 രൂപ കോട്ട് കൊടുത്തപ്പോഴത്തേക്ക് എന്താണ് ഇത്ര പേരുത്ത് മാറ്റാനുള്ളതെന്ന് നോക്കാനുള്ള ഒരു കൗതുകം കൊണ്ട് മാത്രം ഞാൻ മേടിച്ച് കൊണ്ടുവന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോൾ ഇപ്പം ജസ്റ്റ് ബാറ്ററി ഒന്ന് ഊരി തിരിച്ച് ക്ലാവൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സംഭവം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇതേ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്തിട്ടില്ല, ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.